ദൈവത്തോട് എങ്ങനെ അടുത്തു ചെല്ലാം? എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുമോ? പ്രാർത്ഥനയിൽ തന്നോടടുത്തു വരാൻ എല്ലാത്തരം ആളുകളെയും ദൈവം ക്ഷണിക്കുന്നു. അതിന്റെ അർത്ഥം ദൈവം എല്ലാ പ്രാർത്ഥനകൾക്കും ചെവി കൊടുക്കുമെന്നോ അവ സ്വീകരിക്കുമെന്നോ അല്ല. ഉദാഹരണത്തിന്, ഭാര്യയോട് അപമര്യാദയായി പെരുമാറുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരുന്നേക്കാം. കൂടാതെ ഇസ്രായേല്യർ വഷളത്വം പ്രവർത്തിക്കുന്നതിൽ തുടർന്നപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കാൻ വിസമ്മതിച്ചെന്ന കാര്യവും ഓർക്കുക. പക്ഷേ മാനസാന്തരപ്പെടുന്നെങ്കിൽ കടുത്ത പാപികളുടെ പോലും പ്രാർത്ഥന ദൈവം കേൾക്കും. അതെ, പ്രാർത്ഥന എന്നത് ആദരണീയമായ ഒരു പദവിയാണ്. യെശയ്യാ 1:15 ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ കൈകൾ വിരിച്ചു പിടിക്കുമ്പോൾ ഞാൻ എന്റെ കണ്ണടച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ ശ്രദ്ധിക്കില്ല. നിങ്ങളുടെ കൈകളിൽ രക്തം നിറഞ്ഞിരിക്കുന്നു. യെശയ്യാ 55:7 ഇങ്ങനെ വായിക്കുന്നു: ദുഷ്ടൻ തന്റെ വഴി വിട്ടുമാറട്ടെ, ദ്രോഹി തന്റെ ചിന്തകൾ ഉപേക്ഷിക്കട്ടെ. അവൻ യഹോവയിലേക്ക് തിരികെ വരട്ടെ. ദൈവം അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് മടങ്ങിവരട്ടെ. ദൈവം അവനോട് ഉദാരമായി ക്ഷമിക്കും. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രാർത്ഥന നമ്മുടെ ആരാധനയുടെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സൃഷ്ടാവായ യഹോവയോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അപൂർണരായതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ നാമത്തിലായിരിക്കണം. കാരണം യേശു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിച്ചു. കാണാപ്പാഠം പഠിച്ചതോ എഴുതിയുണ്ടാക്കിയതോ ആയ പ്രാർത്ഥനകൾ തന്നെയും പിന്നെയും ഉരുവിടുന്നത് യഹോവയ്ക്കിഷ്ടമല്ല. നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്ന് വരാനാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. മത്തായി 6:7 ഇങ്ങനെ വായിക്കുന്നു: പ്രാർത്ഥിക്കുമ്പോൾ ജനതകൾ ചെയ്യുന്നതുപോലെ ഒരേ കാര്യങ്ങൾ തന്നെയും പിന്നെയും ഉരുവിടരുത്. വാക്കുകളുടെ എണ്ണം കൂടിയാൽ ദൈവം കേൾക്കുമെന്നാണ് അവരുടെ വിചാരം. ഫിലിപ്പിയർ 4:6-7 ഇങ്ങനെ വായിക്കുന്നു: ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ട. കാര്യമെന്തായാലും പ്രാർത്ഥനയിലൂടെയും ഉള്ളുരുകിയുള്ള യാചനയിലൂടെയും നിങ്ങളുടെ അപേക്ഷകൾ നന്ദിവാക്കുകളോടെ ദൈവത്തെ അറിയിക്കുക. അപ്പോൾ മനുഷ്യബുദ്ധിക്കതീതമായ ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ക്രിസ്തുയേശു മുഖാന്തരം കാക്കും. മൗനമായി പ്രാർത്ഥിക്കുന്നത് പോലും നമ്മുടെ സൃഷ്ടാവിന് കേൾക്കാനാകും. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രിയിൽ കിടക്കുന്നതിനു മുമ്പും ഭക്ഷണസമയത്തും പ്രശ്നങ്ങളുണ്ടാകുമ്പോഴുമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനാകും. സങ്കീർത്തനം 55:22 ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേലിടുക, ദൈവം നിന്നെ പുലർത്തും. നീതിമാൻ വീണുപോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. മത്തായി 15:36 ഇങ്ങനെ വായിക്കുന്നു: യേശു ആ 7 അപ്പവും മീനുമെടുത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു തുടങ്ങി. അവർ അത് ജനത്തിന് വിതരണം ചെയ്തു. ക്രിസ്ത്യാനികൾ യോഗങ്ങൾക്ക് കൂടി വരുന്നത് എന്തുകൊണ്ട്? ദൈവത്തോട് അടുത്തു ചെല്ലുക എന്നത് അത്ര എളുപ്പമല്ല. കാരണം ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും ഭൂമിയിൽ സമാധാനം കൊണ്ടുവരുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനത്തെ പുച്ഛിച്ചു തള്ളുന്നവരുമായ ആളുകൾക്കിടയിലാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ടുതന്നെ സഹവിശ്വാസികളുമൊത്തുള്ള പ്രോത്സാഹനം പകരുന്ന സഹവാസം നമുക്കാവശ്യമാണ്. അവർക്കും അത് കൂടിയേ തീരൂ. എബ്രായർ 10:24-25 ഇങ്ങനെ വായിക്കുന്നു: സ്നേഹിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി പരസ്പരം എങ്ങനെ പ്രചോദിപ്പിക്കാമെന്ന് നന്നായി ചിന്തിക്കുക. അതുകൊണ്ട് ചിലർ ശീലമാക്കിയിരിക്കുന്നതുപോലെ നമ്മുടെ യോഗങ്ങൾക്ക് കൂടി വരാതിരിക്കരുത്. പകരം നമുക്ക് പരസ്പരം പ്രോത്സാഹിപ്പിക്കാം. ആ ദിവസം അടുത്തടുത്തു വരുന്നത് കാണുമ്പോൾ നമ്മൾ ഇത് കൂടുതൽ ചെയ്യേണ്ടതാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകളോട് സഹവസിക്കുന്നത് ദൈവത്തോടടുത്ത് ചെല്ലാൻ നമ്മളെ സഹായിക്കും. മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ നിന്ന് പ്രോത്സാഹനം നേടാനുള്ള നല്ല അവസരമാണ് യഹോവയുടെ സാക്ഷികളുടെ യോഗങ്ങളിലുള്ളത്. റോമർ 1:11-12 ഇങ്ങനെ വായിക്കുന്നു: കാരണം നിങ്ങളെ കാണാൻ എനിക്ക് അത്രമാത്രം ആഗ്രഹമുണ്ട്. അങ്ങനെയാകുമ്പോൾ എന്തെങ്കിലും ആത്മീയ സമ്മാനം നൽകി എനിക്കു നിങ്ങളെ ബലപ്പെടുത്താമല്ലോ. ശരിക്കും പറഞ്ഞാൽ എന്റെ വിശ്വാസത്താൽ നിങ്ങൾക്കും നിങ്ങളുടെ വിശ്വാസത്താൽ എനിക്കും
പരസ്പരം പ്രോത്സാഹനം ലഭിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തോടടുത്ത് ചെല്ലാൻ നിങ്ങൾക്കെങ്ങനെ കഴിയും? ദൈവവചനത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നെങ്കിൽ, അഥവാ ആഴമായി ചിന്തിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് യഹോവയോട് അടുത്ത് ചെല്ലാനാകും. ദൈവത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ചും ഉപദേശങ്ങളെക്കുറിച്ചും വാഗ്ദാനങ്ങളെക്കുറിച്ചും ഏകാഗ്രമായി ധ്യാനിക്കുക. പ്രാർത്ഥനാനിരതമായ അത്തരം ധ്യാനം ദൈവത്തിന്റെ സ്നേഹത്തോടും ജ്ഞാനത്തോടും ഉള്ളിന്റെ ഉള്ളിൽ വിലമതിപ്പ് വളർത്തിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും. യോശുവ 1:8 ഇങ്ങനെ വായിക്കുന്നു: ഈ നിയമപുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നതെല്ലാം ശ്രദ്ധാപൂർവം പാലിക്കാൻ രാവും പകലും അത് മന്ദസ്വരത്തിൽ വായിക്കണം. അങ്ങനെ ചെയ്താൽ നീ വിജയിക്കും. നീ ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യും. സങ്കീർത്തനം 1:1-3 വരെ ഇങ്ങനെ വായിക്കുന്നു: ദുഷ്ടന്മാരുടെ ഉപദേശമനുസരിച്ച് നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ സന്തുഷ്ടൻ. യഹോവയുടെ നിയമമാണ് അവൻ ആനന്ദം പകരുന്നത്. അവൻ അത് രാവും പകലും മന്ദസ്വരത്തിൽ വായിക്കുന്നു. നീർച്ചാലുകൾക്കരികെ നട്ടിരിക്കുന്ന, കൃത്യസമയത്തുതന്നെ കായ്ക്കുന്ന, ഇലകൾ വാടാത്ത ഒരു മരം പോലെയാണ് അവൻ. അവൻ ചെയ്യുന്നതെല്ലാം സഫലമാകും. ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ ദൈവത്തോടടുത്ത് ചെല്ലാൻ നിങ്ങൾക്കാകൂ. വിശ്വാസത്തെ ഒരു ചെടിയോട് ഉപമിക്കാവുന്നതാണ്. ചെടിക്കെപ്പോഴും പോഷണം ആവശ്യമാണ്. അതുപോലെ നിങ്ങളുടെ വിശ്വാസവും നിരന്തരം പോഷിപ്പിക്കപ്പെടണം, അല്ലെങ്കിൽ ശക്തമാക്കപ്പെടണം. ഒരു കാര്യം എന്തുകൊണ്ട് വിശ്വസിക്കുന്നെന്ന് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. മത്തായി 4:4 ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ യേശു, മനുഷ്യൻ അപ്പം കൊണ്ടു മാത്രമല്ല യഹോവയുടെ വായിൽ നിന്നു വരുന്ന എല്ലാ വചനം കൊണ്ടും ജീവിക്കേണ്ടതാണ് എന്നെഴുതിയിരിക്കുന്നു എന്ന് മറുപടി നൽകി. എബ്രായർ 11:1 ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന ഉറച്ച ബോധ്യവും കണ്ടിട്ടില്ലാത്ത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ശക്തമായ തെളിവിലധിഷ്ഠിതമായ നിശ്ചയവുമാണ്. 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തെ സമീപിക്കുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുന്നെന്നും വിശ്വസിക്കേണ്ടതാണ്. ദൈവത്തോടടുത്ത് ചെല്ലുന്നത് നിങ്ങൾക്കെങ്ങനെ പ്രയോജനം ചെയ്യും? തന്നെ സ്നേഹിക്കുന്നവരെക്കുറിച്ച് യഹോവയ്ക്ക് ചിന്തയുണ്ട്. വിശ്വാസത്തിനും നിത്യജീവന്റെ പ്രത്യാശയ്ക്കും അപകടം സൃഷ്ടിച്ചേക്കാവുന്ന എന്തിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ ദൈവം പ്രാപ്തനാണ്. നമ്മുടെ ആരോഗ്യവും സന്തോഷവും കവർന്നെടുക്കുന്ന ജീവിതരീതികളെക്കുറിച്ച് ദൈവം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏറ്റവും നല്ല ജീവിതരീതി ഏതാണെന്ന് യഹോവ നമ്മളെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 73:27-28 ഇങ്ങനെ വായിക്കുന്നു: അങ്ങയിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ തീർച്ചയായും നശിച്ചുപോകും. അങ്ങയെ ഉപേക്ഷിച്ച് അവിശ്വസ്തരാകുന്ന ഏവരെയും അങ്ങില്ലാതാക്കും. എന്നാൽ ഞാൻ ദൈവത്തോടടുത്തു ചെല്ലും. അതല്ലോ എനിക്ക് നല്ലത്. ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം വർണ്ണിക്കേണ്ടതിന് ഞാൻ പരമാധികാരിയാം യഹോവയെ എന്റെ അഭയമാക്കിയിരിക്കുന്നു. യാക്കോബ് 4:4 ഇങ്ങനെ വായിക്കുന്നു: വ്യഭിചാരിണികളെ, ലോകവുമായുള്ള സൗഹൃദം ദൈവത്തോടുള്ള ശത്രുത്വമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അതുകൊണ്ട് ലോകത്തിന്റെ സുഹൃത്താകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കി തീർക്കുന്നു. 8-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തോട് അടുത്തു ചെല്ലുക, അപ്പോൾ ദൈവം നിങ്ങളോടടുത്തുവരും. പാപികളെ, കൈകൾ വെടിപ്പാക്കൂ. തീരുമാനശേഷിയില്ലാത്തവരെ, ഹൃദയങ്ങൾ ശുദ്ധീകരിക്കൂ.